വിജയണ്ണം പറഞ്ഞിട്ടുണ്ട്. നന്മ നൻപീസ് ഈസിയായി ജയിക്കുന്നത് വെട്ടറിയല്ല, ഇത് ജയിക്കാൻ മുടിയത്തെ മുറിച്ചു കൊടുത്തത് വെട്ടറിന്ന്. സിനിമയിലെ രക്ഷകൻ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ വിജയണ്ണൻ ഇത് കണ്ട് സങ്കടത്താണ് ആൾ പോയിരിക്കുന്നത്. പോയാലും എല്ലാ കാര്യങ്ങളും വിജയണ്ണൻ അവിടെ നോക്കി വിജയണ്ണൻ അത് ചെയ്യും. കുറച്ചൊന്ന് ഒരു നിയന്ത്രണം പാലിക്കാൻ ജനങ്ങളും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അത്രയേ പറയാനുള്ളൂ. 41 പേരാണ് ആ ഒരു ഇൻസിഡന്റിൽ മരിച്ചത്. എനിക്കൊന്ന് പറയാനുള്ളത്, പച്ചയായ ഒരു മനുഷ്യൻ കണ്ണ് കലങ്ങി നെഞ്ചു പൊട്ടിട്ടായിരുന്നത് വിജയണ്ണമ്മ. ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ വെറും ചോർന്നൊലിക്കണ ഓലപ്പൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയിരുന്നൊരു നിമിഷങ്ങളുണ്ടായി. 2 ഷർട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ വെറുതെ ഒന്ന് കൈവച്ചതാ, ജീവിതം മൊത്തം മാറി. പുള്ളി തന്ന ഐഫോണാ? പുള്ളി തന്ന ഐഫോൺ എന്താ? എന്തിനായിരുന്നു ഐഫോൺ കിട്ടിയത്? തടി കുറച്ചിട്ട് സിക്സ് പാക്ക് ആക്കിയ BMW ഇങ്ങനെ നോക്കുമ്പോൾ അവിടുന്ന് ഹൈറ്റ് ആയിട്ട് ഒരാൾ, സുന്ദരൻ ഒരാൾ വന്നിട്ട് തോളിൽ കൈയിട്ടു. എനിക്ക് ഒന്നും തോന്നിയില്ല. നമ്മുടെ ഒരു ഏട്ടൻ കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാൾ എന്തിനാ തമ്പി കരയെന്ന് ചോദിച്ച് ഇത്തിരി വെള്ളം തന്ന് ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ മുഖം നോക്കിയിരുന്ന് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത്, തമ്പി ഇങ്ങനെ ചെയ്ത് ഇനിയും ആൾക്കാർ ഇറങ്ങി വരില്ലേ? ഞാൻ പറഞ്ഞു ഭഗവാനെ. അപ്പോഴും ഞാൻ ചോദിക്കണം, ഞാൻ ആരേട്ടാ? ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഈ ലോകത്തിൽ തന്നെ വിജയിയെ ഇത്രയധികം ആരാധിക്കുന്ന ഒരാളുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനാണ്. വെൽക്കം വിജയണ്ണമ്മ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഉണ്ണിക്കണ്ണമ്മ ഉമ്മ വിജയണ്ണമ്മ. ഞാൻ വന്നപ്പോൾ തന്നെ കോസ്റ്റ്യൂം നോക്കിയപ്പോഴത്തേക്ക് മുണ്ടും ഷർട്ടും, ഈ മുണ്ടൊക്കെ ഇത് എവിടുന്നാണ് ചേട്ടാ? AR ഹാൻലോസ് കൂത്താമ്പുള്ളി അവർ തരുന്നതാണ്. ഉണ്ണിക്കണ്ണൻ മംഗൾഡാമ വെറും ചോർന്നൊലിക്കണ ഓലപ്പൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയിരുന്നൊരു നിമിഷങ്ങളുണ്ടായി. 2 ഷർട്ട് മാത്രമേ ഉള്ളൂ. സിനിമൻ്റെ പുറകെ നടക്കുമ്പോൾ അപ്പോൾ 2 ഷർട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് എൻ്റെ ജീവിതം തോളിൽ, നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ കേട്ടപ്പോൾ ജീവിതം മൊത്തം മാറി. അതിന് കാരണം നിങ്ങളും ദൈവവും നമ്മുടെ സ്വന്തം വിജയണ്ണൻ തോളിൽ വെറുതെ ഒന്ന് കൈവച്ചതാണ്, ജീവിതം മൊത്തം മാറി. ഇപ്പോൾ AR ഷർട്ട് തന്നു. ഇതിപ്പോൾ ഇന്നലെ പോയി സന്ദീപേട്ടൻ. അപ്പോൾ ജീവിതം മൊത്തം മാറി പറഞ്ഞു. ഇപ്പൊ ചേട്ടൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രീ പ്ലാൻഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീല്. അപ്പൊ എങ്ങനെയാ അത്ര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഈ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ ഇതിന് ശേഷം അങ്ങനെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈ ഉണ്ണിക്കണ്ണമ്മങ്ങളുടെ ഈ 4ാം ക്ലാസ്സുകാരൻ ഒരു പടത്തിന് പോയിട്ട് വിറച്ചു നിന്നൊരു സമയമുണ്ടായി. എന്നിട്ട് ആ പടത്തിന് തന്നെ അവിടെ നിന്ന് എനിക്ക് പിന്നെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഓരോന്നിങ്ങനെ ചെയ്ത് എന്താണെന്നറിയില്ല, എൻ്റെ പുറകിൽ യേശു അള്ളാഹു അയ്യപ്പം പറഞ്ഞ ഒരു 3 ത്രിമൂർത്തികൾ എൻ്റെ പുറകിലുണ്ട്. ഈ നമ്മൾ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ മുതലെടുക്കാൻ വേണ്ടി കുറേ ആൾ വരും. അപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസായി പുഞ്ചിരിയായി നമ്മൾ നേർവഴി കൂടെ ഒരാളുടെ മുഖത്ത് നോക്കും ചിരി, അത് പുഞ്ചിരിയായിരിക്കണം. അത് ഉള്ളിൽ അവനെ നശിപ്പിക്കണം വെറുപ്പിക്കണം പറഞ്ഞല്ല, അത് ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം ആദ്യം ഒന്ന് പരീക്ഷിച്ച് കറക്കിയിട്ടാണ് നമ്മൾ എന്ത് തരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോൺഫിഡൻസായിട്ട് മനസ്സൊരുക്കി വിളിച്ചാൽ നല്ല പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. ഇതൊക്കെ എങ്ങനെ വരുന്നറിയില്ല, എല്ലാം ദൈവത്തിൻ്റെ ഒരു ഇതാണ്. ഇപ്പോൾ നമ്മൾ വിജയുടെ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും എന്താ പറയാ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഈ ഒരു 2-3 ദിവസമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസുകളൊക്കെ കാണുന്ന സമയത്ത് എന്താണ് ഇപ്പോൾ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വിജയോടുള്ള എല്ലാ ആരാധനയും മാറ്റി വെച്ചിട്ട് പുറമെ നമ്മളെപ്പോലെ ഒരാളെന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? സത്യം പറയുന്ന സങ്കടമാണ്. എനിക്കൊന്ന് പറയാനുള്ളത്, ഞാനൊരു മലയാളിയാണ്. മലയാളിന്ന് അല്ല, എന്നെ ഒരു അനിയനെ പോലെ ഒരു മോനെ പോലെ ചേർത്ത് തോളിൽ കയറ്റിട്ടാണ് കൊണ്ടുവന്നത്. 2.5 ദിവസം റൂം എടുത്ത് തന്നു. തിരിച്ച് നനച്ച വണ്ടി വിട്ടു. പച്ചയായ ഒരു മനുഷ്യൻ കണ്ണ് കലങ്ങി നെഞ്ചു പൊട്ടിട്ടായിരുന്നത്. ആളൊരു ശുദ്ധൻ പാവമാണ്. ആള് സിനിമയിലൊന്ന് ജീവിതത്തൊന്നും വെളിയിൽ അങ്ങനെയില്ല, എപ്പോഴും ഒരേപോലെയാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇഷ്ടപ്പെടാൻ കാരണം ആൾ കഷ്ടപ്പാടെന്ന് വന്നാണ്. ഒരിക്കലും ഞാൻ മലയാളി എന്ന് പറഞ്ഞ് വേർതിരിവ് കാണിച്ചിട്ടില്ല. ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ചു. 1-ാം തീയതിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി നടന്ന് 13-ാം തീയതി അവിടുന്ന് മെസ്സേജ് വരികയാണ്. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. 6 മാസം കഴിഞ്ഞ് ഞാനൊരു ഹായ് അയക്കുമ്പോൾ ബ്രദർ നമ്പർ കൂടെ പറഞ്ഞ് അവിടുന്ന് ഓഫീസിൽ നമ്പർ വന്നു. സാർ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, മാനേജർ സാറ്. അപ്പോൾ അതാണ്, പച്ചയ ഒരു മനുഷ്യനാണ്. അപ്പോൾ എന്താ പറയുക, ആള് അത്രയും നല്ലൊരു മനുഷ്യനാണ്. സിനിമയൊന്നും ജീവിതത്തൊന്നുമല്ല, എപ്പോഴും ഒരേപോലെയാണ്. അല്ല, ഈ 41 പേരുടെ ഫാമിലീസിന് അവരുടെ ആളുകളെ നഷ്ടമായി. 41 പേരാണ് ആ ഒരു ഇൻസിഡന്റിൽ മരിച്ചത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സിനിമ ആർട്ടിസ്റ്റ് അല്ല, പൊളിറ്റിക്കൽ പാർട്ടി ലീഡർ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ അത്രയും പേരെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻസിഡന്റ് വിജയുടെ ഭാഗത്തുനിന്ന് വന്നൊരു വീഴ്ചയായിട്ട്? ഒരിക്കലും വീഴ്ചയല്ല. ഒരു പരിപാടിക്ക് മുമ്പ് കുട്ടികളിൽ ഇത് കൊണ്ടുപോകണത് പിന്നെ അവിടെ ഉണ്ടായ സംഭവത്തിലും ഒരിക്കലും വീഴ്ചയല്ല. വിജയണ്ണൻ അത്രയും
പച്ചയ ഒരു മനുഷ്യൻ ആരിനും വേർതിരിവില്ലാതെ എല്ലാവരും ചെറിയ ആളില്ല വലിയ ആളില്ല ഒരു കണ്ണുകൊണ്ട് കാണുന്ന പച്ചയ ഒരു മനുഷ്യനാണ് ഈ ഉണ്ണിക്കണ്ണൻ മംഗൾഡാമിൻ്റെ ജീവിതം മാറ്റിമറിച്ചത് എൻ്റെ വിജയണ്ണനാണ്. അപ്പോൾ എന്നെ മലയാളിയായിട്ട് പോലും എന്നെ ഇത്രയും ഒരു അനിയനെ പോലെ ചേർത്ത് ഒരു മോനെ പോലെ ചേർത്ത് പിടിക്കുകയാണെങ്കിൽ വേർതിരിവില്ല. അപ്പോൾ അത് പച്ചയായ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അല്ല ചേട്ടാ, ആ പച്ചയായ മനുഷ്യന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അതായത് ഈ ഒരു ഇൻസിഡന്റിൽ 8 മണിക്കൂറോളം വിജയ് ലേറ്റ് ആയിരുന്നു വരാനായിട്ട്. അപ്പോ അത്രയും നേരം ഈ ആളുകൾ അവിടെ ഉന്തും തള്ളി നിൽക്കുക. അപ്പോൾ ഈ ആളുകളോട് ഒരു അത്രയും കൂടുതൽ നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെ എല്ലാവരുടെയും ഒരു രക്ഷകൻ ആ ഒരു ഇമേജ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഈ ഒരു 8 മണിക്കൂർ ഡിലേ അത് വരുമായിരുന്നോ? ഒരു 1-2 മണിക്കൂർ നമുക്ക് ഓക്കെ എന്ന് പറയാം. ഈ ആളുകൾ 8 മണിക്കൂർ അത് വിജയോടുള്ള സിനിമകൾ കണ്ടിട്ടുള്ള സ്നേഹമാണ്. അവര് ഉണ്ണിക്കണ്ണനെ പോലുള്ള ഒരുപാട് പേര് അവിടെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് 41 പേരെയാണ് അവരുടെ ഫാമിലിക്ക് നഷ്ടമായത്. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്. അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്ര ദൂരം പോകണമെങ്കിൽ ഇത്രയും ക്രൗഡ് ആയതുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ വേണം. അതുകൊണ്ട് അത്രയും ക്രൗഡ് ആയതുകൊണ്ട് വണ്ടി അവിടെ എത്താനുള്ള സമയം കൊണ്ടാണ്, അല്ലാണ്ട് അവിടെ ലേറ്റ് ആയതല്ല. ഇത്രയും ക്രൗഡാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നടക്കാൻ ഒരു നിസ്സാര സമയം മതി. ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്ററൊക്കെ 2-3 മണിക്കൂർ സമയം വരും. അതാണ്. അപ്പോൾ ആ ഒരു ക്രൗഡ് താണ്ടാനാണോ 8 മണിക്കൂർ എടുത്തത്? അങ്ങനെ പറഞ്ഞ അത്രയും ക്രൗഡ് ഓരോ സ്ഥലത്തു നിന്ന് ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോൾ അത്രയും ക്രൗഡ് അതാണ്. ഓക്കെ. അല്ല, തിരിച്ചു പോയതപ്പോൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് ചെന്നൈയിലോട്ട് പോയി എന്ന് അറിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനിപ്പോൾ ചേട്ടനോട് ചോദിക്കുന്നത് എല്ലാ താരാരാധനയും മാറ്റി വെച്ചിട്ട് ഒരു നോർമൽ ഒരു ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സത്യസന്ധനായിട്ടുള്ള ഒരു പച്ച മനുഷ്യൻ, ചേട്ടൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്രയും ആരാധകരാണല്ലോ അവിടെ ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ ഫീൽ ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഫീൽ ചെയ്യണ പറഞ്ഞ എന്താണെന്നറിയോ, അവിടെ പിന്നെയും വിജയണ്ണൻ അവിടെ നിന്ന ജനങ്ങൾ കൂടും, തടിച്ചു കൂടും, പിന്നെയും പ്രശ്നങ്ങളാവും. വിജയണ്ണൻ ഇത് കണ്ട് സങ്കടത്താണ് ആള് പോയിരിക്കുന്നത്. പോയാലും എല്ലാ കാര്യങ്ങളും വിജയണ്ണൻ അവിടെ നോക്കി വിജയണ്ണൻ അത് ചെയ്യും. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെയും ജനങ്ങൾ കൂടും, ക്രൗഡ് കൂടും. അതുകൊണ്ടാണ് പോയത്. വിജയണ്ണൻ ഒരു സാധാരണ പച്ചയ മനുഷ്യൻ, എല്ലാ കാര്യങ്ങളും വേണ്ടത് അവർക്ക് ചെയ്തിരിക്കും. അതാണ് വിജയണ്ണൻ. ഈ നമ്മൾ മൂവീസിലൊക്കെ വിജയ് മൂവീസിലൊക്കെ നമ്മൾ കാണുമ്പോഴേക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് തന്നെ ആണല്ലോ ഫാൻസ് ആയത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ കമന്റ്സ് വരുന്നത് സിനിമയിലെ രക്ഷകൻ റിയൽ ലൈഫിൽ ഒരു ഇൻസിഡന്റ് വന്നപ്പോൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോയി എന്നാണ് നമ്മൾ കമന്റ്സ് കണ്ടത്. അപ്പോൾ അതിനോട് എന്താ യോജിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇട്ടെറിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു അത്രയും ക്രൗഡ് കൂടിയാൽ മീഡിയൻ്റെ മുന്നിലൊന്നും പറയാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെയും പ്രശ്നമായതുകൊണ്ടാണ് ആൾ പോയത്. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ പറഞ്ഞ് കൂടെ എല്ലാവരും നോക്കും. ആ ഒരു വിശ്വാസം വിജയണ്ണനും ഇതാവും. ആ സങ്കടത്താണ് പോയത്. ഒരിക്കലും ഇത് പ്രശ്നം വന്നപ്പോൾ ഓടിപ്പോവുക അങ്ങനെയല്ല. ആള് കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇപ്പോഴും താരരാജാവ് എല്ലാവരിനും പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പോലെ ആള് ഒരു കാര്യത്തിനും ഒരു കുറവും വരുത്താത്ത ഒരു നല്ലൊരു മനുഷ്യനാണ്. ഈ താര ആരാധന ഇത്രയും എന്താ പറയാ, ഇത്രയും ആളുകൾ അവരുടെ ജീവൻ പോലും മറന്ന് ഇങ്ങനെ ചെയ്യുന്നതിലോട് യോജിപ്പുണ്ടോ? യോജിപ്പ് എന്ന് ചോദിച്ചാൽ അത് അത്രയും ക്രൗഡിൽ കുറച്ചൊന്ന് ഒതുങ്ങി മരത്തിൽ അവിടെ ഇവിടെയും കയറുന്ന കുറച്ചൊന്ന് ഒരു നിയന്ത്രണം പാലിക്കാൻ ജനങ്ങളും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ അത്രയേ പറയാനുള്ളൂ. ഉണ്ണിക്കണ്ണൻ ഇതുപോലെ ക്രൗഡായിട്ടുള്ള ചേട്ടൻ ഇതേപോലെ പോയിട്ടുണ്ടോ അത് കാണാനായിട്ട്? മാനാട് പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ക്രൗഡുകളിലൊക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു ആരാധന? ഈ സിനിമകൾ കണ്ടിട്ടാണോ അതോ ഒരു വ്യക്തി എന്ന രീതിയിലാണോ? എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ഇപ്പം ഒരാളുടെ വേഷം വരെ ഈ ഒരു മുണ്ടും ഷർട്ടിലും എല്ലാം അത്രയും ഒരാളെ ഇങ്ങനെ ഡീപ്പായിട്ട് ആരാധിക്കാൻ? ഇപ്പൊ നമ്മുടെ ഇടയിൽ മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, ലാലേട്ടൻ ഫാൻസ് ഉണ്ട്, ദുൽഖറിന്റെ ഫാൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു ആരാധന നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്താണ് അതിന്റെ റീസൺ? എന്താണ് ഇത്? സത്യത്തെ എന്താ ചോദിച്ചാൽ സിനിമയാണ് എൻ്റെ മോഹം. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പല പ്രാവശ്യം വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നടക്കാതെ അവരുടെ കൂടെയുള്ളവർ ചീത്ത പറഞ്ഞത്. അതൊന്നും അണ്ണനെ അറിയണില്ല. ആരും ചെയ്യാത്ത വഴി കൂടെ എൻ്റെ തലയിൽ എഴുതി വെച്ച് നിയോഗം ഇങ്ങനെയാണ്, ഇങ്ങനെ നടക്കണം പറഞ്ഞു. അപ്പോൾ എനിക്ക് ലാലേട്ടൻ, മമ്മൂക്ക, ദിലീപേട്ടൻ, രാജുവേട്ടൻ, ജയേട്ടൻ, ഞാൻ മുന്നും പറഞ്ഞു, രജനി സാർ, ചിമ്പുണ്ണൻ, ധനുഷണ്ണൻ. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ തെലുങ്കാനയും മലയാളം തമിഴും ഒരു വേറൊരു എല്ലാവരും കൂടെ അഭിനയിക്കണം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ജീവിതം എൻ്റെ തലയിൽ എഴുതി വെച്ചത് ഇളയ ദളപതി വിജയണ്ണൻ്റെ പേരിലാണ് ഇപ്പോൾ ലോകം എല്ലാവിടെയും അറിയുന്നത്. തമിഴും കേരളം എവിടെ പോയാലും എന്നൊരു ഫോട്ടോ എടുക്കാൻ വന്നാലും ഒരു സംസാരിക്കാൻ വന്നാലും. അപ്പോൾ
എൻ്റെ തോളിൽ കൈയിട്ട് എന്നെ രക്ഷപ്പെടുത്തിയ എൻ്റെ ഇതാണ്. എനിക്ക് അതുപോലെ ഇപ്പോൾ എവിടെ പോയാലും ഏത് സിനിമയിൽ പോയാലും ഡയറക്ടർമാരാണ് നടന്മാരാണ് വാ ഉണ്ണിക്കണ്ണ പറഞ്ഞ തോളിൽ കൈയിട്ടിട്ട് ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഇന്നാളൊരു സ്ഥലത്ത് പോയപ്പോൾ ഈ ഷർട്ട് മറ്റേ അതിലേ ചോദിച്ചു, ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ അവൻ്റെ തോളിൽ കൈയിട്ട നമ്മുടെ സ്വന്തം അണ്ണന് എങ്ങനെയും മാറ്റാൻ പറ്റുക. കുഞ്ഞു കുട്ടികൾ മുതൽ വയസ്സായവർ വരെ ആരാധിച്ച് ഇഷ്ടപ്പെടുന്നൊരു സിനിമ കണ്ടിട്ടാണെങ്കിലും സംസാരത്താണെങ്കിലും അത്രയും പച്ചയൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, ഒരു വേർതിരിവില്ല. ഇപ്പൊ പറഞ്ഞു ഇതേപോലെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ജീവിതമാണെന്നൊക്കെ. സത്യം പറഞ്ഞപ്പോ ഉണ്ണിക്കണ്ണൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, വലിയവൻ ചെറിയവൻ ഇല്ലെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതും. അപ്പോൾ ഉണ്ണിക്കണ്ണനും അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എല്ലാവരെയും പോലെ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി വേണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പല പ്രാവശ്യം ശ്രമിച്ചു, എല്ലാ മേഖലയിലും. വിജയണ്ണം പറഞ്ഞിട്ടുണ്ട്, നൻപ ഈസിയായി ജയിക്കുന്നത് വെട്ടറിയല്ല, ഇത് ജയിക്ക മുടിയത്തെ മുറിച്ചു കൊടുത്തത് വെട്ടറിന്ന്. അതുപോലെ ഓരോരാളും പറഞ്ഞിട്ടുണ്ട്. വിനീതേട്ടൻ പറഞ്ഞിട്ടുണ്ട്, വിനീത് ശ്രീനിവാസേട്ടൻ, നമ്മൾ പണിയെടുത്ത് എന്തെങ്കിലും പഠിച്ച റിസൾട്ട് തരും, അത് തരുമെന്ന് പറഞ്ഞ. അതേപോലെ നമ്മൾ ഇന്നാള് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ 12 മണിക്ക് ഒരു പയ്യൻ വിളിച്ചിട്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞു. സിനിമയിൽ അഭിനയിക്കണം പറഞ്ഞാൽ എൻ്റെ മാമൻ്റെ മക്കളോ എൻ്റെ ഏട്ടനോ എൻ്റെ അളിയന്മാരെല്ലാം സിനിമ എടുക്കണേ, വീട്ടിൽ കിടന്ന് സിനിമ എടുക്കണം. അവരിനെ കണ്ടിട്ട് അവർ രാജുവേട്ടനോട് ഫോട്ടോ എടുത്ത്, രജനി സാറിൻ്റെ കൂടെ ലാലേട്ടൻ, മമ്മൂക്ക അവരിൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് പറഞ്ഞിട്ട് നമ്മൾ അസുഖപ്പെട്ടിരിക്കുകയല്ല വേണ്ടത്, അതിനുവേണ്ടി പണിയെടുക്കുക. ഇറങ്ങിയിട്ട് ചെന്നൈയിൽ പോകേണ്ടവരും ചിലപ്പോൾ അജിത് സാറിൻ്റെ കൂടെ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന നടക്കാത്ത ഒന്നുമില്ല. നേർവഴി കൂടെ കുറുക്ക് വഴി കൂടെ പോകരുത്. ആദ്യം തന്നെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ വനിതാ വിനീത അവിടെ വെച്ചിട്ടാണല്ലോ എല്ലാവരും പെട്ടെന്ന് നോട്ടീസ് ചെയ്തത്. പിന്നെ നമ്മുടെ ഈ വിജയ് ഫാൻ്റെ രീതിയിൽ ആ ഒരു ഇത് തൂക്കി നടന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ ആറാട്ടണ്ണൻ, അലിൻ ജോസ് പെരേര, അങ്ങനെ പിന്നെ കിംബോയി, അങ്ങനെ കുറേ പേര് വന്നത്. അപ്പോൾ അവരെ പോലെ തന്നെ ഉണ്ണിക്കണ്ണൻ ചേട്ടനെയും ഇതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവ് കമൻസും ഒരു പോയിന്റ് വരെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അത് പോസിറ്റീവായത്. അപ്പോൾ ആ ഒരു സമയങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമാളിയായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്ന സമയത്ത് വീട്ടിൽ അമ്മയുണ്ട്, അപ്പം ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഈ ഉണ്ണിക്കണ്ണൻ മംഗളഡാം പറഞ്ഞാൽ മംഗല ഡാമിൽ വന്ന് അന്വേഷിക്കാൻ അന്നും പറയണം പറയണം. ടീച്ചർമാർ, ബാങ്കിലുള്ളവർ, അടുത്തുള്ളവർ, ഞാൻ ഇങ്ങനെ ഭക്ഷണം കൊടുക്കും പൈസ പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസമുണ്ട് എന്ന് പറയാൻ അവർക്കറിയാം ഈ ഉണ്ണിക്കണ്ണൻ വെറും ഒരു പാവമാണെന്ന്. ആരിനെയും ഉപദ്രവിക്കാത്ത, പറ്റിക്കാത്ത, കിട്ടുന്ന പൈസയിൽ നമ്മളെ കൊണ്ട് ആകണം ചെയ്യുന്ന അവർക്കും എല്ലാവർക്കും അറിയണത് കൊണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും പെങ്ങന്മാർക്കും അറിയാം ഇവനൊരു പാവമാണ്, ആരിനും ഉപദ്രവിക്കാൻ പോവില്ല, വഞ്ചിക്കാനും പറ്റിക്കാനും പോവില്ല. അവർക്കറിയാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. നമ്മൾ വേറെ എന്താണ് മോശപ്രവൃത്തികളൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഈ ഒരു അപ്പിയറൻസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയണ്ണനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തടിയും മുടിയൊക്കെ ട്രിം ചെയ്ത് എല്ലാം ശരിയാക്കുന്നത്. പക്ഷെ അതെന്തുകൊണ്ടായിരിക്കും? ഫോട്ടോ വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ ആരും വിശ്വസിക്കാൻ പറഞ്ഞ അമിത അനിത്യക്കുട്ടി പറഞ്ഞു, നമ്മുടെ വിനീഷേട്ടൻ പറഞ്ഞു, മൊത്തം ഫോട്ടോ വരട്ടെ. ഫോട്ടോ വരുന്നതിന് മുമ്പ് എന്തിനായിരിക്കും ആദ്യം ആ എഡിറ്റഡ് ഫോട്ടോ ഇട്ടത്? അത് ഒന്നുമില്ലല്ലോ, ഫോട്ടോ ഗോളില്ലാത്തൊരു പോസ്റ്റ്, ചുമ്മാ ഒരു ഗോൾ അടിച്ച് വെറുതെ ഇട്ടാണ്. അതന്നെ ഫോട്ടോ വരും. ഒരു മഴക്കാറ് നീങ്ങി, ഒരു സൂര്യൻ കയ്യിൽ കിട്ടിയോ? കയ്യിൽ കിട്ടിയിട്ടില്ല, തരില്ലല്ലോ ആ കോസ്റ്റ്യൂം. അപ്പൊ ഒരു മഴക്കാർ മാറി ഒരു സൂര്യൻ ഒരു ഇരുട്ടിക്ക് പോയാൽ ആ വെളിച്ചം വരും. ഇൻ കേസ് ആ ഫോട്ടോ അവർ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തരും. തന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നിരിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ ചന്തുവിനെ വിളിച്ചിട്ടുണ്ട്, സലീമേട്ടൻ. ചന്തുവിനെ വിളിച്ചു, എങ്ങനെ സംശയം മെസ്സേജ് അയച്ചപ്പം എന്തായി. അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ എന്തിനാ ഉണ്ണി സങ്കടപ്പെടുന്നത്, ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇന്നാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് ചന്തുവിനെ വിളിച്ച് പുതിയ പടം ഒന്നും ചെയ്യാൻ പറയണം. അപ്പോൾ ചന്തു സപ്പോർട്ടാണ്. ചന്തു മാത്രമല്ല, രമേശ് ചേട്ടനാണെങ്കിലും, ബിബിൻ ജോർജ് ചേട്ടനാണെങ്കിലും, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേട്ടനാണെങ്കിലും, രമേശ് ചേട്ടനാണെങ്കിലും, വിനയ് പോർട്ടേറ്റ്, അങ്ങനെ നിരവധി എല്ലാവരും ഡയറക്ടർമാരാണ് ആരാണെങ്കിലും വിളിക്കുമ്പോൾ എന്താ ഉണ്ണി പറയും എന്നാണ്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇൻ കേസ് അവരുടെ കയ്യിൽ നിന്ന് ഒരു ഫോട്ടോ മിസ്സായി കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു വിഷമം അത്രയും വലിയ വിഷമത്തിലോട്ടായിരിക്കുമല്ലോ പോകുന്നത്? ഒരിക്കലും മിസ്സാകില്ല. അത്ര കോൺഫിഡൻസ് എന്താ? എന്തുകൊണ്ടാ? റീസൺ പറഞ്ഞാൽ നമ്മൾ ഉള്ളിനുള്ളിൽ വേണമെന്ന് ജയറാമേട്ടൻ പറഞ്ഞിട്ട് സിൻസിയറായി പണിയെടുത്തുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദിവസം ദൈവം തരും. വിനീതേട്ടൻ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അവർ തരും. അത് മിസ്സാകില്ല. ഇപ്പം ഞാൻ കുറച്ച് വിജയിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 8 ക്വസ്റ്റ്യൻസ്.
അത് ചേട്ടന് പറയാൻ പറ്റുമോ? നമുക്ക് നോക്കാം, നമുക്ക് ശ്രമിക്കാം. ശ്രമിക്കാം. എല്ലാം കൂടെ കുറേ വരുന്നതുകൊണ്ട് സിമ്പിൾ. ഇപ്പം ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും ഈ ലോകത്തില് അച്ഛനും അമ്മയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വിജയണ്ണ ആയിരിക്കും പറയുന്നത്. നമുക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയാൻ കിട്ടില്ല, ഒക്കെ ഓർത്ത് വെച്ച് കിട്ടില്ല. അപ്പൊ അത് ഉള്ളതുപോലെ പറയാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിജയുടെ ഫുൾ നെയിം, യഥാർത്ഥ പേര്? ജോസഫ് വിജയ്. ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ഓക്കെ. അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത്? അത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇംഗ്ലീഷ് മറ്റേ ജൂൺ 22 ബർത്ത്ഡേ. ജൂൺ 22. ഏത് വർഷമാണെന്നറിയോ? അത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. 1974. ഓക്കെ. പാർട്ടി? ടി വിയുടെ മുഴുവൻ പേര് അറിയോ? തമിഴക വെട്രിക്കഴകം. ഓക്കെ. അടുത്ത മക്കളുടെ പേര്? മക്കളുടെ പേര് ഒന്ന് സഞ്ജയ് വിജയ്, പിന്നെ മോളുടെ പേര് ജെയ്സൺ സഞ്ജയും, മോളുടെ പേര് ദിവ്യ സാഷ. ഓക്കെ. വിജയുടെ ഫസ്റ്റ് മൂവി? വിജയകാന്ത് സാറിന്റെ കൂടെയുള്ള ഒരു പടം. ആ പടത്തിന്റെ പേരെന്തോ, സോറി, പടത്തിന്റെ പേര്. വിജയ് ഇത്ര വലിയ വിജയ് ഫാൻസ് ഫസ്റ്റ് പടം പടത്തിന്റെ ഒരു എന്നാളെന്തോ പറഞ്ഞു, അത് സിന്ദൂര പാണ്ഡ്യൻ, അതാണ്. നാലയ്യ തീർപ്പ്. ഓക്കെ. അടുത്ത ടോട്ടൽ എത്ര മൂവീസ് മെയിൻ ലീഡ് റോളിൽ ചെയ്തിട്ടുണ്ട്? മൊത്തം 69-70 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതും കൂടെ ജനനായകം കൂട്ടിയിട്ട്. 68 മൂവീസ് എന്നാണ് നമ്മളിങ്ങനെ കണ്ടത്. ഓക്കെ. അടുത്തത് ഗില്ലി സിനിമയിലെ വിജയുടെ ക്യാരക്ടറിന്റെ പേര്? പറഞ്ഞു. വേലു. വിജയുടെ ഒരു മൂവിയുടെ പ്രതിഫലം എത്രയായിരിക്കും? ഒരു ഗസ്, വൈഡ് ഗസ്. ഒരിക്കലും യൂട്യൂബോ ഇത് പറയണ അല്ല, അത് അറിയില്ല. പലവരും പലതും പറയണം, നമുക്ക് ഒരാളുടെയും പ്രതിഫലം എന്താണെന്ന് അറിയില്ല. ചേട്ടൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു വിജയ് മൂവി ഏതായിരിക്കും? ഒരുവിധമുള്ള എല്ലാം കണ്ടിട്ടുണ്ട്. ഒരു 10 സിനിമയുടെ ക്യാരക്ടർ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഒറ്റയടിക്ക് പെട്ടെന്ന് 10 സിനിമ പറയാൻ പറഞ്ഞു കഴിഞ്ഞാല്? പോക്കിരി, പിന്നെ മിർസൽ തെറി, പിന്നെ തുള്ളതമനും തുള്ളും, ജനനായകൻ, പിന്നെ ഗോട്ട്, മാസ്റ്റർ, തിരുപ്പതി, സർക്കാർ. ഓക്കെ, മതി. ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു മൂവി ഏതായിരിക്കും? അങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ട്, പോക്കരിയൊക്കെ. ഏതൊരു സിനിമ കണ്ടപ്പോഴും ഏറ്റവും കൂടുതൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു ആരാധന തോന്നിയത് ഏതൊരു സിനിമ കണ്ടപ്പോഴാ? എല്ലാം കാണും, തിരുപ്പാച്ചിയാണെങ്കിൽ തിരുപ്പതിയാണെങ്കിൽ എല്ലാം ഒരു വെറൈറ്റി ഓരോതാണ്, എല്ലാം അങ്ങനെ തന്നെയാണ്. അല്ല, ഇത്രയും ഒരു നമുക്ക് എല്ലാവർക്കും ആർട്ടിസ്റ്റുകളോടൊരു സ്നേഹം തോന്നും, അതവരുടെ സിനിമയോട് മാത്രമായിരിക്കും. പക്ഷെ ഇത്രയും ഇവിടുന്ന് നടന്ന് അവിടെ വരെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പൊ ഇത്രയും ഒരു ആരാധന തോന്നാനായിട്ടുള്ള നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു അതിനു മുമ്പ് വരെ? അപ്പോ കണ്ടിട്ടുണ്ട്. അതല്ല, ഒരു പേഴ്സണൽ ഒരു കോണ്ടാക്റ്റോ അങ്ങനൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വെറും മൂവീസ് കണ്ടുകൊണ്ട് മാത്രം എങ്ങനെയാണ് ഇത്ര ഒരു ആരാധന വന്നത്? ആളുടെ പെരുമാറ്റം, ഓരോ പരിപാടി, ഓരോ സ്റ്റേജിലുള്ള പരിപാടി, ഫസ്റ്റ് പടം വിജയകാന്ത് സാറിൻ്റെ ഒക്കെ ആ പടത്തിലുള്ള ആ ഡയലോഗ് ഒന്നുമല്ലാതെ എന്താ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഈ നിലവരെ എത്തിയതും ഓരോ ഡയലോഗുകൾ, ഓരോ സ്റ്റേജിൽ ഓരോ മോട്ടിവേഷൻ, അതൊക്കെ കണ്ടിട്ടാണ്. പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഞാൻ ലിയോയ്ക്ക് ഓഡീഷന് പോയി, വിഗിലിന് പോയി, അതൊന്നും നടന്നില്ല. അപ്പോൾ ശ്രമങ്ങൾ നടത്തുക ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ വിജയണ്ണൻ്റെ കൂടെ അഭിനയിക്കണം പണ്ട് തൊട്ട് ആഗ്രഹമുണ്ട്. ഞാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വിഗിലിന് പോയി നടന്നില്ല, ലിയോയ്ക്ക് പോയി. നേരിട്ട് പോയി കണ്ട സമയത്ത് ഇത്രയും ഒരു ആരാധകൻ അവിടെ ചെന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ സിനിമയിൽ ചാൻസ് ചോദിച്ചിരുന്നോ? ചോദിച്ചപ്പോൾ വേറെ വല്ലവരാണെങ്കിൽ ഇത് എനിക്കറിയില്ല, ഡയറക്ടറാണ് പറയും. എൻ്റെ അടുത്ത് പറഞ്ഞു, ഡയറക്ടറെ സംസാരിക്കുക പറഞ്ഞു. ഡയറക്ടറിനെ കൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. സംസാരിച്ചോ? അവര് സംസാരിച്ചിട്ടുണ്ട്. ആ പടത്തിൽ ഒന്നുമില്ല. പ്രൊഡ്യൂസർ സാർ പറഞ്ഞത് ഒരു വേറൊരു പടമാണ്, ഇതിലൊന്നുമില്ല പറഞ്ഞു. ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വേഷം തന്നെ. ഒരു സിനിമ അഭിനയിക്കുന്ന ഒരു കലാകാരിയാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള നൊമ്പരങ്ങൾ, കഷ്ടം വിജയണ്ണനെ അറിയാം. കുറേ കമന്റ്സ് ഇതുപോലെ കാണാറുണ്ടായിരുന്നു. വിജയണ്ണനോടുള്ള ഒരു സ്നേഹം അതൊരു മാർക്കറ്റിംഗ് ആക്കി ഉണ്ണിക്കണ്ണൻ മാറ്റുന്നുണ്ടെന്നുള്ളത്. ശരിക്കും അങ്ങനെയൊക്കെ ഇത്രയും ഒരു സ്നേഹം അങ്ങനെ എന്താ പറയുക മാറ്റി ഇങ്ങനെ ആളുകൾ വേറെ രീതിയിൽ പറയുമ്പോൾ വിഷമം വരാറുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലാത്ത തമിഴ് പടം പോയി മരിക്കാൻ വരെ വിചാരിച്ച ഉണ്ണിക്കണ്ണനെ ഫോട്ടോ ഇട്ടുകൊണ്ട് മാത്രമല്ല,
എൻ്റെ തലയിൽ എഴുതി വെച്ച് നിയോഗമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത്. വീട്ടിലെല്ലാവരും ഇതുപോലെ വിജയ് ഫാനാണോ? അവരെല്ലാ പടവും കാണും, എല്ലാവരും ഇഷ്ടമാണ്. നമുക്കും അതേപോലെ എല്ലാവരും ഇഷ്ടമാണ്, ഒരു വേർതിരിവില്ല. എല്ലാ നടന്മാരും ഒരുപോലെയാണ്. പിന്നെന്താ ഇപ്പൊ വിജയന്റെ മാത്രം ഈ പറയുന്ന പോലെ ഉടുപ്പുകളിനകത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രിന്റും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട്? എന്നെ ജീവിതം മാറ്റിമറിച്ചത് വിജയണ്ണനാണ്. എങ്ങനെയാ ജീവിതം? ഞാൻ ഇങ്ങനെ പോയി ദൈവം തലയിൽ എഴുതി വെച്ചത് ഒന്നുമില്ലാത്തതുകൊണ്ട് കാണുന്നപ്പോൾ നാലാൾ അറിഞ്ഞു, ഇതൊക്കെ വിജയണ്ണനാണ്. അതുകൊണ്ട് മാത്രം ഈ അലിൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ഇവരെയൊക്കെ വെച്ചിട്ട് ഉണ്ണിക്കണ്ണൻ ചേട്ടനെ താരതമ്യം ചെയ്യരുതെന്ന് ഇങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ കണ്ടിരുന്നു. അങ്ങനത്തെ കമന്റ്സ് കാണാറുണ്ടോ? ഞാൻ പരമാവധി കമന്റ്സ് നോക്കാറില്ല. എല്ലാവർക്കും അവരവരിലൊരു ഇഷ്ടങ്ങളുണ്ട്. അവരവരുടെ ഇഷ്ടങ്ങൾ അവരവർ ചെയ്യട്ടെ. ഈ ജീവിതം ഒന്നുള്ളൂ. എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട്, അവരവരുടെ ആഗ്രഹങ്ങൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ നോക്കണു, അനിയത്തിക്കുട്ടിൻ്റെ ആഗ്രഹം നോക്കണു, ക്യാമറമാൻ ചേട്ടൻ ക്യാമറമാൻ്റെ ആഗ്രഹം. അങ്ങനെ ഓരോ ആളുകളും അവരവരുടെ ആഗ്രഹങ്ങൾ നോക്കി സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എന്താ നെക്സ്റ്റ് ഒരു ആഗ്രഹം എന്താ ലൈഫില്? ഇനി നെക്സ്റ്റ് ഒരു ആഗ്രഹം നിറയെ പടങ്ങൾ ചെയ്യണം. അതൊക്കെയാണ് ആഗ്രഹം. ഇതുപോലെ വേറൊരു നടനെ കാണാനായിട്ട് ഇനി ഇതുപോലെ ആഗ്രഹമുണ്ടോ? ആഗ്രഹം പറഞ്ഞ കുറേ ആളുകളുടെ ആഗ്രഹമുണ്ട്. എന്തായാലും അതൊക്കെ ദൈവം ഇനി ഓരോന്നോരോന്ന് തരും, അവിടെ എത്തിപ്പെടാം. ഇപ്പൊ 3 പടങ്ങൾ ചെയ്തു. വിജയണ്ണൻ തോളിൽ കയറ്റപ്പോൾ 3 പടം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോണോ ഇന്നസെന്റ് മൂവി, അൽതാഫ് ഖാന്റെ, പിന്നെ ലുക്കൂഖന്റെ അതിഭീകര കാമുകൻ, വേറൊരു പടം ബിഗ് ബഡ്ജറ്റ് പടം സർപ്രൈസ് ആണ്. അങ്ങനെ 3 പടം. ഇത് തെക്കനിയിലുണ്ട് പറഞ്ഞു ഉണ്ട്. അപ്പൊ ഈ ഇത്രയും ദിവസം ഇതേപോലെ നടന്ന് അവിടെ വരെ ചെന്നു. ഈ പോകുന്ന സമയം വരെയും ആളുകള് എന്താ പറയാ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കാണാൻ പറ്റുമോ ഇല്ലേ, അങ്ങനെ ആളുകൾക്ക് ഇങ്ങനെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഉണ്ണിക്കണ്ണൻ ചേട്ടന് ഇതേപോലെ അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു? കാണാൻ പറ്റും എന്ന് അത്ര ഉറപ്പുണ്ടായിരുന്നോ? പല പ്രാവശ്യം തോറ്റാൽ വിജയണ്ണൻ പറഞ്ഞ പോലെ நண்பா நண்பீஸ் ஈஸியாக ஜெயிக்கிறது வெற்றி இல்லை, இது ஜெயிக்க முடியாத முயற்சி பண்ணுறது வெற்றி. உஸ்பேத்தனவருக்கு டொம்மனும் கடுப்பேத்தன കമ്മിണ്ടിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവുക, കിരിയെടുത്ത് എവിടെ വേണമെങ്കിൽ കണവറുക്കളാണ് എന്താ കണം തലയ്ക്ക് വരക്കൂടാതെന്നും പറഞ്ഞിട്ടുണ്ട്. പണിയെടുത്താൽ വിനീതേട്ടൻ പറയുന്ന പോലെ എന്തെങ്കിലും പടച്ചോൻ തരും, ആ ഒരു വിശ്വാസമാണ് ഞാൻ പോയത്. അതെ. അപ്പോൾ ചേട്ടൻ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗാണ് ഞാൻ ആരാ ഏട്ടാന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ആളുകൾ ഇത്രയും ഏറ്റെടുക്കുന്ന സമയത്ത് എന്താ തോന്നാറ്? എന്താ തോന്നുക, കഴിഞ്ഞ ദിവസം ഞാൻ അപ്പോൾ കണ്ടിട്ടുണ്ടായി. കണ്ടു, ഹായ് പറഞ്ഞു. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കണ്ട് ഹായ് പറഞ്ഞു. നമ്മുടെ ഫ്രണ്ടിൻ്റെ പടമായിരുന്നു, നമ്മുടെ അമരവള, പ്രശാന്തേട്ട അമരവള. അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യം. ഇതൊന്നൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതാണ്. അത് വിനീതേട്ടൻ എന്നാൾ കണ്ടു. വിനീതേട്ടൻ എന്നാൾ പാലക്കാട് പരിപാടിക്ക് വന്ന് വിളിച്ചിട്ടുണ്ടായി. ഞാൻ വിളിച്ചു. അപ്പോൾ വിനീതേട്ടൻ വിളിച്ചു. അപ്പോഴും പറഞ്ഞു ഞാൻ ആരേട്ടാ, എവിടെ പോലും ഞാൻ ആരേട്ടാ ചോദിക്കുക. അതെന്തോ അതൊരു ഇതായി. നമ്മളിവിടെ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു, ചേട്ടനെ ഫോൺ വിളിച്ചപ്പോൾ തന്നെ ആദ്യം എടുക്കാൻ പറ്റില്ല, രണ്ടാമത് വിളിച്ചപ്പോൾ ചേട്ടാ ഞാൻ ഇങ്ങനെ കണ്ടില്ല. അപ്പോൾ എല്ലാവരുടെ അടുത്തും അത്ര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഇങ്ങനെ കണ്ടു. അപ്പോൾ ഇത് അമ്മ പഠിപ്പിച്ചു തന്ന ശീലമാണോ ഇങ്ങനെ എല്ലാവരോടും അത്രയും ഒരു നമ്മൾ അത്ര ഡൗൺ ടു എർത്ത്, അത്രയും താഴ്ന്ന് നിൽക്കണം എന്നുള്ളൊരു കാര്യം? ഒരിക്കലും അല്ല. ജീവിതത്തിൽ നമ്മൾ ഒരു വയസ്സിന് മൂത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏട്ടാ ചേച്ചി, ഒരു വയസ്സാണ് ഏട്ടാ ചേച്ചി വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കുക. ഇതാരാ ഇപ്പൊ കൊച്ചിലെ പഠിപ്പിച്ചു? ഞാൻ കരുതിയ അമ്മ പഠിപ്പിച്ചു തന്നതായിരിക്കും. വീട്ടില് നമ്മള് പണ്ട് നമ്മളത് പഠിച്ചു വന്നതാണ്. ഒരാൾ ഒരു വയസ്സാണ് കൂടിയാൽ അവന് പേര് വിളിക്കരുത്, ഏട്ടാ വിളിക്കുക. അതാണ് വയസ്സിന് താഴെ പെട്ടെന്ന് പേര് വിളിക്കാതെ ഏട്ടാ, ഉണ്ണി, അനി അങ്ങനെ വിളിക്കുന്ന രസം. അതെ. ഈ മംഗൾ ഡാം എന്നുള്ളൊരു സ്ഥലപ്പേര് തന്നെ ഇപ്പൊ നമുക്ക് ആ മംഗൾ ഡാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് ഓർമ്മ വരുന്നത്. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു എന്റെ പേരിൽ എന്റെ സ്ഥലം അറിയപ്പെടണം എന്നുള്ളത്. അങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി സിനിമയിലൊക്കെ വന്നപ്പോൾ. അത് ഇപ്പൊ ദൈവത്തിന്റെ ഇതിൽ നടന്നു. അതെ. ആരെയൊക്കെ കണ്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയത്? സുരാജേട്ടൻ, ആന്റണി പെരുമ്പാവൂർ സാർ, അങ്ങനെയൊക്കെ ആയിട്ടാണ്. അവരുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എന്റെ പേര്. വീട്ടിൽ ഇതുപോലെ ആളുകളൊക്കെ കാണാൻ വന്നിട്ടുണ്ടോ? വീട് തിരക്കി വരാറുണ്ടോ? എങ്ങനെ കുട്ടികളാണോ വരാറ്? കുട്ടികളും വരാറുണ്ട്. പിന്നെ ബൈക്കിൽ ഫാമിലി ആയിട്ടും, പിന്നെ എവിടെയെങ്കിലും പോകുമ്പോ ഉണ്ണിക്കണ്ണം പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറെ ആള് വന്നിട്ടുണ്ട്. ഈ ബസ്സിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകളൊക്കെ ഇപ്പൊ എവിടെ നോക്കിയാലും ആളുകൾ തിരിച്ചറിയായിരിക്കും അല്ലേ? എവിടെ നോക്കിയാലും. അപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ ഇതുപോലെ ആളുകൾ പെട്ടെന്ന് വന്ന് സംസാരിച്ച ഒരു മൊമെന്റിന്റെ കൂട്ടത്തില്? എവിടെ പോയാലും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പാലക്കാട് പോയപ്പോൾ ഞാനിങ്ങനെ
ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് വരുമ്പോൾ ഒരു അച്ഛൻ എന്നെ നോക്കിച്ചിരിക്കണം. ഞാൻ പോയി ചോദിച്ചു പൈസ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഞാനൊരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. എവിടെ പോയാലും കുഞ്ഞു കുട്ടികളാണെങ്കിലും ഉണ്ണിക്കണ്ണാവർണ്ണ വിളിക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആളുകൾക്ക് ഇത്രയും സ്നേഹം വന്ന ഫേസിന് മുമ്പ് തന്നെ അതേപോലെ തന്നെ ആളുകൾ ഒരു തമാശ കഥാപാത്രം ആക്കുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? ഇൻസൾട്ടഡ് ആയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. എന്നെ കൂടുതൽ അങ്ങനെ എന്നെ അങ്ങനെ ആരും അങ്ങനെ ചുരുക്കം 1-2 ആൾക്കാർ മാത്രം ഇതാക്കിയിട്ടുള്ളൂ. ബാക്കി ആരും ആക്കിയിട്ടില്ല. ചുരുക്കം 1-2 പേര്. എന്താ സംഭവിച്ചത്? പണ്ട് ഫോട്ടോ ഇട്ട് വനിത തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഗോട്ട് ഇറങ്ങിയ സമയത്ത് നീ ഇവിടെയും വന്ന ശല്യം ചെയ്യും പറഞ്ഞു. അങ്ങനെ 1-2 മാത്രമേ ഉള്ളൂ. പിന്നെ ആരും എന്നെ കൊണ്ട് മോശമായിട്ട് ഇവിടെ ശല്യം ചെയ്യാൻ വന്നു ചോദിച്ചു. പക്ഷെ ചേട്ടന് ആരെയും അങ്ങനെ ഒരു ശല്യം ചെയ്യണം എന്നുള്ളൊരു മനസ്സേ ഇല്ലല്ലോ. ഈ യാത്ര അങ്ങോട്ടേക്ക് നടന്നുള്ള ആ ഒരു യാത്രാ സമയത്ത് ഒരുപാട് പേര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഭക്ഷണത്തിന്റെ രീതിയിലാണെങ്കിലും ഒന്ന് കിടക്കാനുള്ള ഒരു സ്ഥലത്തിലാണെങ്കിലും ആ ഒരു യാത്രയിൽ നിന്ന് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുന്ന മലയാളിയും തമിഴ്നാട്ടുകാരും അവര് പണിയെടുത്ത ആ വേർപ്പിലുള്ള ഭക്ഷണമാണ്. ആ ഒരു ശക്തിയാണ് എൻ്റെ ശരീരം. അത് തമിഴ്നാട്ടുകാരും മലയാളിയും. ജ്യൂസ് ആയിക്കോട്ടെ ഭക്ഷണം ആയിക്കോട്ടെ അവിടെ എത്തണ വരെ കുറച്ച് പൈസയും കൊണ്ട് ഞാൻ പോയുള്ളൂ. മൊത്തം പൈസ ചിലവായില്ല. പള്ളിയിൽ, പമ്പിൽ, പിന്നെ 1-2 സ്ഥലത്ത് മാത്രം റൂം എടുക്കണം. ബാക്കി എല്ലാം ചേട്ടൻ്റെ പാർട്ടി ഫാൻസും മലയാളികളല്ലേ. എല്ലാ സ്ഥലത്തും നിന്നുള്ളവര്. കാലൊക്കെ ഇടയ്ക്ക് തീരെ വയ്യാണ്ടായി വീഡിയോസ് ഒക്കെ ഇടുന്നത് കണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും മതിയായി എന്ന് തോന്നിയിരുന്നോ? നടക്കുന്ന സമയത്ത് വിചാരിച്ചോ ഇത് ഇത്ര വലിയൊരു ഇതായിരിക്കും എന്ന് കരുതിയിട്ടുണ്ടായിരുന്നോ? സിനിമ സ്റ്റൈലിൽ കാറ് വന്ന് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇതുണ്ടായി. അത് 1-ാം തീയതിക്ക് ഇറങ്ങി 13-ാം തീയതി അവിടെ നിന്ന് മെസ്സേജ് വന്നത് ഞാൻ അറിയണില്ല. അങ്ങനെ കുറേ വണ്ടികൾ പോകുന്നുണ്ട്. പെട്ടെന്നൊരു വണ്ടി അങ്ങോട്ട് പോയി. ഞാനിപ്പോൾ ഇങ്ങനെ നോക്കി. പിന്നെ വണ്ടി അത്ര ദൂരം മറ്റേ യൂട്ടിനെടുക്കാൻ പറ്റും കറങ്ങി വന്ന് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. നമ്മുടെ ഊട്ടിയിലെ അണ്ണൻ, ഊട്ടിയിൽ എന്താണ് അൽഫോൺസ് അണ്ണൻ, പിന്നെ വേറെ ഒരു മലയാളി ഉണ്ട് വേറെ. അവരെന്നിട്ട് പൈസ തരാൻ വന്നു. എനിക്ക് പൈസയല്ല വേണ്ടത്, വിജയണ്ണനെ കാണണം. എന്നിട്ട് ഒരു റൂമൊക്കെ എടുത്തുന്ന ഭക്ഷണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് റൂം എടുത്ത് തന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ സഹായിച്ചവരിനൊക്കെ ഇടയ്ക്ക് ഞാൻ വിളിക്കാറുണ്ട്. മലയാളിയാണെങ്കിലും കുറേ ഡ്രൈവർമാരേട്ടൻ. ഉണ്ണിക്കണ്ണൻ മംഗൾഡാം ചെന്നവരെത്തുന്നവരെ പോലീസ് നിരീക്ഷിക്കുന്ന പോലെ. എന്താ സത്യത്ത് പറയുക, ഞാനൊരു SIയോ IPS അങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ചു. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ നടക്കുന്ന ചെന്ന വരെ KL ആയിരിക്കുക, TN ആയിരിക്കുക, അല്ലെങ്കിൽ പല രജിസ്ട്രേഷൻ്റെ വണ്ടികളായിരിക്കുക. ഇതിലൊക്കെ ഉണ്ണിക്കണ്ണാന്നൊരു വിളിയുണ്ടാവും. അതാണ് അവിടെ എത്തണ വരെ എന്നെ നോക്കാനും ശ്രദ്ധിക്കാനും. വൈകുന്നേരം ആയാൽ പോലും ആ ഒരു വിളി എനിക്ക് എൻ്റെ ചെവി ഇങ്ങനെ മുഴങ്ങും. കുറേ ഡ്രൈവർമാർ നിർത്തി ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, വെള്ളം വാങ്ങി തന്നിട്ടുണ്ട്. അതൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ഫാമിലികൾ, നല്ല വീട്ടിലെ ഭക്ഷണം, ബിരിയാണി, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇളനീര്, ജ്യൂസ്. ഇത് പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ ശ്രീകണ്ഠൻ നായർ സാർ പറഞ്ഞു, ഉണ്ണിക്കണ്ണ ഇതൊന്നും പറയരുത്, ഇനി അടുത്ത ആൾ നടക്കും പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിൽ ഈ വേൾഡിൽ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. കേരളവും തമിഴ്നാടും എൻ്റെ ഏട്ടന്മാരും ചേച്ചിമാരും അച്ഛനമ്മമാരും അനിയന്മാരും അവർ ഭക്ഷണം ആവശ്യത്തിന് എന്നെ തന്നിട്ടാണ് എന്നെ അവിടം വരെ എത്തിച്ചത്. അവിടെ ചെന്ന സമയത്ത് വിജയനെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് നേരിട്ട് കണ്ട ഒരു മൊമെന്റ് എന്തായിരുന്നു? ശരിക്കും എങ്ങനെയാണ് അത്രയും ആരാധിക്കുന്ന ഒരാളെ നേർക്ക് നേരിങ്ങനെ നിൽക്കുക? എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം? അങ്ങനെ റൂമിൽ നിന്ന് വന്നു. അടിപൊളി റൂം എനിക്ക് എടുത്തു തന്നത്. ഞാനൊന്നും മനസ്സിൽ വിചാരിക്കാത്ത റൂം എടുത്ത് നേരെ അവിടെ നിന്ന് വന്നു. വണ്ടി വന്നു. അങ്ങനെ ആദ്യം വന്ന് പ്രൊഡ്യൂസർ സാർ എന്നെ കാണാൻ വന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കും തമ്പി പറഞ്ഞു, ചായയൊക്കെ തന്ന് നേരെ ഒരു ഗോഡൗണിലേക്ക് പറഞ്ഞു വിട്ടു. കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിജയണ്ണൻ എവിടെ പറഞ്ഞ് തപ്പുന്നു ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഹൈറ്റായിട്ട് ഒരാൾ, സുന്ദരനൊരാൾ വന്നിട്ട് തോളിൽ കൈയിട്ടു. എനിക്കൊന്നും തോന്നിയില്ല. നമ്മുടെ ഒരു ഏട്ടൻ കൂട്ടുകാരൻ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലൊരാൾ തോളിൽ എന്തിനാ തമ്പി കരയെന്ന് ചോദിച്ച് അങ്ങനെ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ കൊണ്ടുവന്ന് കാരവനിൽ. അപ്പോൾ അവിടെ നമിത കുട്ടി അപ്പുറത്തുണ്ടായി, പിന്നെ ബാക്കി എല്ലാവരും ഉണ്ടായി. കാരവനിൽ ഞാൻ 900 വെച്ച് കയറുവനില്ല, സാറ് കയറുവൻ, തമ്പി കയറുവൻ കയറി കാരവനിൽ 900 ഇത്തിരി വെള്ളം തന്ന് ഇങ്ങനെ ഇങ്ങ് മുഖം നോക്കി ഇരുന്ന്, എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്ത്, തമ്പി ഇങ്ങനെ ചെയ്ത് ഇനിയും ആൾക്കാർ ഇറങ്ങി വരില്ലേ? ഞാൻ പറഞ്ഞു ഭഗവാനെ. അപ്പോൾ ഇങ്ങനെ എന്തിനാ ഇറങ്ങി ഇത് ചെയ്ത് ചോദിച്ചു. എന്നെ കാണാൻ പല വഴിയില്ല. ഞാൻ പറഞ്ഞു ഇലക്ഷന് വന്നപ്പോൾ ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ കുട്ടികൾക്ക് ട്രോഫി കൊടുക്കുക, വോട്ടിന് വന്നപ്പോൾ ഇതൊക്കെ പറഞ്ഞു. കണ്ണ് കലങ്ങി നെഞ്ചും പൊട്ടിയിട്ടാണ് പാവം വരുന്നത്. പച്ചയായ ഒരു മനുഷ്യൻ.
പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് എന്തൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളവും തമിഴ്നാടും തന്നെ കട്ടയ്ക്ക് സപ്പോർട്ട്, അവരുടെ വേർപ്പിലെ ആ ഒരു ഭക്ഷണത്തിൻ്റെ ഇതാണ് ഈ ഞാനിവിടെ നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞ് കണ്ണ് കലങ്ങിട്ടിരുന്നത്. വിജയ്ക്ക് നേരത്തെ അറിയായിരുന്നോ ഇതുപോലെ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതെ, എന്താ പറഞ്ഞത്? ഇതൊക്കെ 1-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങി നടന്ന് 13-ാം തീയതി അവിടെ നിന്ന് മെസ്സേജ് വന്നെങ്കിൽ അവിടുത്തെ നിരീക്ഷണങ്ങളും ഇതൊക്കെ ഭയങ്കരതാണ്. അത്രയും സെക്യൂരിറ്റി അവിടെ ചെന്നപ്പോഴും ഈ ഇത്ര നടന്നു പോയാലും ഇപ്പൊ കുറെ ആളുകൾ വിചാരിക്കും എന്നാ പിന്നെ എനിക്കും കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നടന്നു പോയാൽ മതിയെന്ന്. ഇങ്ങനെ വെറുതെ നടന്നു പോയാൽ കാണാൻ പറ്റുമോ? അവിടെ ചെല്ലുന്ന ഒരു പ്രൊസീജിയർ ഈസി ആണോ? ഒരിക്കലും അല്ല. പല പ്രാവശ്യം വീട്ടിന് മുന്നിൽ നിന്ന് ഒരു എന്താ പറയുക, ഇവിടുന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ചപ്പാത്തി ആയിട്ട് അനിയത്തി വീട്ടിൽ നിന്ന് അമ്മയും ചപ്പാത്തി ഉണ്ടാക്കി തരും. അവിടെ നിന്ന് പോയി ഒരു പേപ്പർ വെച്ച് മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും പോലീസ് വരും, നടന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ജീപ്പിൽ പൊക്കിക്കൊണ്ടു പോകും പറയും. അങ്ങനെ പല പ്രാവശ്യം അവിടെ ഓരോ ക്രൗഡ് ഓരോ പരിപാടിക്കും ഉമ്മറം വരെ എത്തിയിട്ട് ബാക്ക്. അതുപോലെ നിങ്ങൾ പാലക്കാട് പോയപ്പോൾ അവിടെ ഒരാൾ വീഡിയോ എടുത്തിട്ട് കാണിക്കുക പറഞ്ഞു. ആള് ഇങ്ങനെ അവിടെ പോകുന്നുണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ട് അവർ കൈ കൊടുക്കേണ്ടതൊക്കെ ഉണ്ട്. അവർക്കൊരു നിമിഷം സാർ കേരളത്തിൽ അങ്ങനെ ഒരാൾ വെളിയിൽ നിൽക്കുന്നുണ്ടെന്ന് പറയാം, അത് അവരിനെ പറയാൻ അവർക്ക് തോന്നിക്കാത്തത്. ഉണ്ണിക്കണ്ണ വിനീതേട്ടൻ പറഞ്ഞ പോലെ പണിയെടുത്ത് എന്തെങ്കിലും പഠിച്ചോന്ന് തരും പോലെ അന്ന് ഇതേപോലെ 1-ാം തീയതിക്ക് ഇറങ്ങി 13-ാം തീയതിക്ക് മെസ്സേജ് വന്നതും ഇതൊന്നും എൻ്റെ കണ്ണിൽ കാണാത്തതും ദൈവനിയോഗമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് ദൈവം തടഞ്ഞ് നീ പണിയെടുക്ക് കഷ്ടപ്പെട്ട അന്ന് കണ്ടാണെങ്കിൽ ആ ഒരു ഹായിൽ കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ദൈവം ഇതാക്കിയതാണ്. അങ്ങനെ വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും കൊടുത്തിരുന്നോ വിജയൻ അന്ന് നേരിട്ട് കണ്ടപ്പോഴത്തേക്ക്? കയ്യിൽ എന്തെങ്കിലും കരുതിയിട്ടുണ്ടായിരുന്നോ? ഒന്നും കരുതിയില്ല. ഇല്ല. തിരിച്ചൊരു ആപ്പിള് കിട്ടിയല്ലേ? ആപ്പിള്, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ ചെറുപയറ് ഇതൊക്കെ തന്നു. ശരിക്കും ഒരു ഏട്ടനെ പോലെ തന്നെ ആയിരുന്നു അല്ലേ അവിടെ വെച്ചിട്ട്? ഏട്ടൻ, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഒരു വീട്ടിലൊരാള്, കൂട്ടുകാരൻ, ഒരു സഹോദരൻ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു മനുഷ്യൻ. ചേട്ടൻ കുറച്ച് നാൾ മുമ്പ് മറ്റേ ഡീറ്റാ ബാറ്റ വെയിറ്റ് ലോസ് പ്ലാൻ അതൊക്കെ നോക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് അവർക്ക് കമന്റ്സ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. ആദ്യം ഉണ്ണിക്കണ്ണൻ്റെയും അതുപോലെ മറ്റേ കനാൽ ബോയ്സ് അവരുടെയൊക്കെ നിങ്ങളെല്ലാവരും ആഡ് എടുത്തിട്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്ക് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും അത് ഒരു എന്താ പറയാ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണോ? കറക്റ്റാണ്. അതുകൊണ്ടല്ലേ എനിക്ക് ഐഫോൺ തന്നത്. ഇനി 6 പാക്ക് ആക്കി BMW തരാ പറഞ്ഞ 80 കിലോനാക്കി കാറ്. ഒരിക്കലും പുള്ളി തന്ന ഐഫോൺ എന്താ. എന്തിനായിരുന്നു ഐഫോൺ കിട്ടിയത്? തടി കുറച്ചിട്ട്. എത്ര കിലോ കുറച്ചു? ഞാൻ 20 കിലോ കുറച്ച് 15 കിലോ കുറച്ച് ഒരു ഐഫോൺ തന്നു. ആണല്ലേ? ഫുൾ സപ്പോർട്ടാണ്. യാതിലൊക്കെയാണ് ദിൽസിലൊക്കെയാണ് ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ 80 കിലോനാക്കിയ 6 പാക്ക് ആക്കിയ BMW. ഒരിക്കലും ഞാൻ ആ മണ്ടത്തരം ചെയ്യില്ല. എന്റെ തടി കുറച്ചാ എനിക്ക് സിനിമയിൽ വേഷം കിട്ടൂല. 80 കിലോനാക്കിയ കാറ് തരാം. എനിക്ക് കാറ് ഇപ്പൊ വേണ്ട. എന്റെ വീട്ടിലാകെ 1.5 സെന്റ് സ്ഥലമുള്ളൂ, ഉമ്മറത്തിടാൻ സ്ഥലമില്ല, പിന്നെ അതെനിക്ക് വണ്ടി ഓട്ടിക്കാൻ അറിയില്ല. ഒരിക്കലും ഇപ്പൊ കാറിനൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ആഗ്രഹം സിനിമയിൽ അഭിനയിക്കുക, എല്ലാ പടത്തിനും പൂജയ്ക്ക് പോവുക, ചാൻസ് ചോദിക്കുക, ഓഡീഷന് പോവുക, ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പൊ പരിപാടി. ഈ എല്ലാ സിനിമയ്ക്കും ഇതുപോലെ അവിടുന്ന് പാലക്കാട് നിന്ന് വരെ വരാനായിട്ട് അത്യാവശ്യം ചെലവുണ്ട്. അപ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ എങ്ങനെ നടന്നു പോകുന്നത്? ഞാൻ പണിക്ക് പോകും, എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകും. അപ്പം അതെല്ലാം കൂടി മാനേജബിൾ ആയിട്ട് പോകുന്നുണ്ടോ? പിന്നെ മാവേലിയായിട്ട് കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പുലികളിക്ക് ഇപ്രാവശ്യം പോയില്ല, അലർജി ആയതുകൊണ്ട് പോയില്ല. അവർ വിളിച്ചിരുന്നു, ഞാൻ പോയില്ല. അവിടെ പോയിട്ടേ കോസ്റ്റ്യൂം ഇട്ടിട്ട് പുലി കളിച്ചില്ല. ഈ പുലികളി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്ന സമയത്തും ഇത്രയും മണിക്കൂറുകളോളം നിങ്ങളിങ്ങനെ നിൽക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടയേർഡ് ആവത്തില്ലേ? ഈ ചൂട് മറ്റേ നട്ടുച്ചക്കൊക്കെ അല്ലേ നിങ്ങൾ ഈ നടക്കുന്നതൊക്കെ? അതൊക്കെ എനർജി പവറാണ് ആ ജനത്തിന്റെ ഇടയിൽ. ഫസ്റ്റ് പുലി വേഷം കിട്ടിയപ്പോ ഉണ്ണിക്കണ്ണൻ ഒന്നുമല്ല പറഞ്ഞാണ്, തളർന്ന് സങ്കടപ്പെട്ട് ഇരിക്കുമ്പോ നമ്മളുടെ പല ആൾക്കാരും സങ്കടപ്പെടുത്തി ആ റൗണ്ടിൽ നിന്നപ്പോൾ ആ റൗണ്ട് മൊത്തം ഉണ്ണിക്കണ്ണ പറഞ്ഞൊരു വിളി, ആ ആരവം കേട്ട് ഒരുപാട് സന്തോഷം കൊണ്ട് എവിടെ പോയാലും ഇപ്പം എന്നെ അറിയാൻ കാരണം നമ്മുടെ വിജയണ്ണൻകാരനാണ്. ഇപ്രാവശ്യം അലർജി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യാത്തത്. ഇനി അടുത്ത വർഷം ചിലപ്പോഴേ ചെയ്യുള്ളൂ, അലർജി ആയതുകൊണ്ട് മാത്രം. എന്താ അലർജി ചേട്ടാ? ഈ മേലെ മണ്ണെണ്ണ തേച്ചിട്ട് മൊത്തം ഇത് കളയാനായിട്ട് മണ്ണെണ്ണ തേക്കണം അല്ലേ? ഭയങ്കര പണിയല്ലേ ഈ ചായം കളയാനായിട്ട്? എത്ര സമയം എടുക്കും നിങ്ങൾ ഇതൊക്കെ? എന്തായാലും ഒരു 1-2-3 മണിക്കൂറൊക്കെ മായ്ച്ച് കളയാൻ തന്നെ. ഇത്രയും മണ്ണെണ്ണ ഒക്കെ ഇട്ടിട്ട് എന്ത് അലർജി ആയിരുന്നു ഇപ്പൊ ചേട്ടന് പറ്റിയത്? അത് മണ്ണെണ്ണ ഞാൻ ഒരുപാട് തേച്ചു, അതിലിതായത് തൊലിയൊക്കെ കഴിഞ്ഞു പോയതാണ്. തൊലി ഇളകിപ്പോയി. മണ്ണെണ്ണ കൂടുതലായി ഞാൻ ഒഴിച്ചത്. അവര് കറക്റ്റ് പറഞ്ഞു. ഞാൻ ഇതായപ്പോ കുറെ അങ്ങോട്ട് ഞാൻ തന്നെ കോരി ഒഴിച്ചു കൊണ്ടാണ് എൻ്റെ കയ്യിൽ വന്ന ചെറിയൊരു മണ്ടത്തരം.
മനസ്സിലായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഓക്കെ. ഇപ്പോൾ വിജയന്റെ ഒരുപാട് മൂവീസ് കാണുന്നുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ചോദിച്ചാൽ ഏതായിരിക്കും? കുറെ ഡയലോഗ് ഉണ്ട്. ഉണക്കൊണ്ണം പോലീസുകാരൻ പത്താതറ വേറെ വേറെ വേട്ടക്കാരെന്താ വേണം. അതാണ് ഏറ്റവും ഫേവറേറ്റ്. എല്ലാം ഇഷ്ടമാണ്. വിജയന്റെ ഡാൻസ് ഇഷ്ടമാണോ? ഏറ്റവും ഫേവറേറ്റ് സ്റ്റെപ്പ് ഏതായിരിക്കും? സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ മറ്റേ തിരിടയിലെ മറ്റേ ലാഘവ ലോറൻസണ്ണും വിജയണ്ണനും കൂടെ കളിക്കുന്ന ഒരു കളിയില്ല. എല്ലാം ഇഷ്ടമാണ്, അതും ഇഷ്ടമാണ്. അതെ, തിരുമലയില് അതുപോലെ അവരുടെ ഒരു ഡാൻസ് ഒക്കെ. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ അത് പെട്ടെന്ന് തെറ്റിപ്പോയതാണ്. കുഴപ്പമില്ല. ഉണ്ണിക്കണ്ണൻ ചേട്ടൻ ഇതേപോലെ ഡാൻസ് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, മറ്റേ ബെല്ലി ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അതെവിടെ പോയപ്പോഴായിരുന്നു? അത് പാലക്കാട് സന്ദീപായിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു അല്ലേ? കുറെ പേര് ഇങ്ങനെ കമന്റ്സ് അതിലും ഞാൻ കണ്ടു, വിജയൻ ഇത്രയും വലിയൊരു ക്രൈസിസിലൂടെ പോകുമ്പോ അനിയൻ ഇങ്ങനെ ഡാൻസ് കളിച്ച് നടക്കുകയാണോ എന്ന്. കണ്ടിരുന്നോ കമന്റ്സ്? അത് കണ്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അത്രയും സ്വന്തം ഏട്ടനെ പോലെ കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ക്രൈസിസ് വന്നപ്പോഴത്തേക്ക് ആകെ വിഷമമായി എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനെ പോയി അതൊക്കെ ഇടുമ്പോഴത്തേക്ക് ആളുകൾ നെഗറ്റീവായിട്ട് ജഡ്ജ് ചെയ്യില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ? അത് പല ആൾക്കാരും കമന്റ് എഴുതുമ്പോൾ പല ആൾക്കാരും ചെയ്യും. നമ്മൾ അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. അവിടെ ഒരു പരിപാടി ഉണ്ടായപ്പോൾ നമ്മൾ ഇത് ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി എന്താ, ഉണ്ണിക്കണ്ണന് ചേട്ടന് ഒരു ഫാമിലി വേണ്ടേ? നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. എന്തായാലും എല്ലാം തലയിൽ എഴുതി വെച്ചിട്ട് സമയമാകുമ്പോൾ നടക്കും. എപ്പോഴെങ്കിലും ഒരു പ്രേമം ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? നമ്മളൊക്കെ ആരും നോക്കാനാ? അതെന്താ ആര് നോക്കാനാന്ന് പറയാനായിട്ട്? ഉണ്ടായിട്ടില്ല. ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അങ്ങോട്ടേക്ക്? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, ആരോടും? പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പോലും ഇല്ല, ഒരു കുട്ടീനോട് പോലും ഇഷ്ടം തോന്നിയിട്ടില്ല? തോന്നിയിട്ടില്ല. അതെന്താ ചേട്ടാ അങ്ങനെ ആരോടും ഒരു ഇഷ്ടം തോന്നാത്തത്? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. അപ്പൊ ഇപ്പം ഈ വിവാഹം കഴിക്കാം എന്നൊക്കെ എപ്പോഴാ തീരുമാനിച്ചത്? പണ്ട് ഒരാഗ്രഹമുണ്ട്, എന്തായാലും നല്ലൊരു പെൺകുട്ടി വരികയാണെങ്കിൽ നമുക്ക് സ്ത്രീധനമൊന്നും വേണ്ട, നല്ല എൻ്റെ അച്ഛനും അമ്മനെ നോക്കണം, നമ്മൾ നോക്കണം, ഒരു സാധാരണ ഒരു കുടുംബത്തെ. എന്താണ് ഭാവി വധു സങ്കല്പം? സങ്കല്പമൊന്നുമില്ല. ഒരാൾ വീട്ടിൽ വരികയാണെങ്കിൽ ഉള്ളത് കുറച്ച് ഭക്ഷണമാണെങ്കിൽ അത് കൊടുത്ത് സന്തോഷമായിട്ട് അങ്ങനെയുള്ളവരത് മാത്രമേ ഉള്ളൂ. വേറെ വേറെ ഒന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളത് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് അത്രയേ ഉള്ളൂ. ഇനി എന്താ പറയാ, വലിയ വീട് വെക്കണം അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ടോ? അത് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞു, രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിക്കണ്ണ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു വീടുണ്ടാക്കുക. വേറൊരാളും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചോർന്നൊലിക്കുന്ന ഓലപ്പേരൻ്റെ താഴെ എത്രയോ പേര് കണ്ണ് കലങ്ങിയിട്ട് വീടില്ലാത്തവരുണ്ട്, അവർക്ക് പോയി വീട് വെക്കുക, അല്ലെങ്കിൽ അസുഖമുള്ളവർക്ക്. എനിക്കൊരു 1.5 സെന്റ് സ്ഥലത്തിൽ കുഞ്ഞൊരു വീട് കൊട്ടാരമാണ് പറഞ്ഞു. നമുക്ക് അങ്ങനെ വേണ്ട, പണിയെടുത്ത് ദൈവം തരികയാണെങ്കിൽ സ്വന്തമായിട്ട്. അങ്ങനെ ഇത് വെച്ചിട്ട് എനിക്കൊരു വീടുണ്ടാക്കിയിട്ട് വേണ്ട, എത്രയോ പേര് ചോർന്നൊലിക്കുന്ന ഓലപ്പേരുണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കട്ടെ. അതെ, നമുക്ക് അങ്ങനെ മറ്റുള്ള ആളുടെ നമുക്ക് വേണ്ട, സ്വന്തമായിട്ട് എപ്പോഴാണോ അപ്പോ. അതാണ്. മറ്റേ ബിഗ് ബോസിലൊക്കെ എപ്പോഴെങ്കിലും വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ. ആണോ? എന്നിട്ട് എന്ത് പറ്റി? അത് ഞാൻ പറഞ്ഞില്ലേ, ആ തലയിൽ എഴുതി വെച്ച വിധി നിയോഗം. ഓഡീഷനെ വിളിച്ചു, കിട്ടി. അത് ബാക്കിയൊക്കെ ഭാഗ്യം പോലെ. ഇത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും അവിടുത്തെ ട്രോഫിയോ അവിടുത്തെ പൈസയോ ഇതായിരിക്കരുത്. നമുക്കത് ഇപ്പം നമ്മൾ ഈ 4 പേരുണ്ട്, ഒരു ലോട്ടറി എടുക്കണം, അല്ലെങ്കിൽ അതെന്തെങ്കിലും ചെയ്യണം. ഈ 4 പേര് ലോട്ടറി അടിച്ചാൽ നമ്മൾ അത് കിട്ടണമെന്നില്ല. അത് ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മളിവിടെ നിൽക്കണോ, ആരെന്താ എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഒരിക്കലും ആ ട്രോഫിയോ അതിന് വേണ്ടി ആകരുത്, നമ്മളായിട്ട് വർക്ക് ചെയ്യാം. അത് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ലാലേട്ടനെയും മമ്മൂക്ക അവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ലാലേട്ടനെ കണ്ടിട്ട് മലയക്കോട്ട വാലുവല്ല് സെറ്റിൽ പോയി. എന്നിട്ട് അന്ന് അവിടെ കണ്ടു, സംസാരിക്കാൻ പറ്റിയ അവിടെ ഇങ്ങനെ കണ്ടു. ലാലേട്ടൻ അങ്ങനെ നോക്കി. മമ്മൂക്കനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതുപോലെ വിജയനെ പോലെ തന്നെ സ്വന്തം ഒരു ബ്രദറിനെ പോലെ അങ്ങനെ ചേട്ടനെ ട്രീറ്റ് ചെയ്ത ഒരു മനുഷ്യനാരായിരിക്കും നടന്മാരുടെ കൂട്ടത്തിൽ? വേറെ ഏതെങ്കിലും നടന്മാര് അത്രയും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ വിജയൻ അല്ലാതെ? ഒരാൾ മാത്രമല്ല, വിനീതേട്ടൻ, രമേശ് ഏട്ടൻ, വിനയ് പോർട്ടേട്ടൻ, ലുക്കൂക്ക, പിന്നെ ബിബിൻ ജോർജ് ഏട്ടൻ, വിഷ്ണു ഉണ്ണികൃഷ്ണേട്ടൻ, അങ്ങനെ കോട്ടയം നസീർക്ക്, അങ്ങനെ നിരവധി ആൾ വിളിക്കുമ്പോൾ കോട്ടയം നസീർക്കനെയൊക്കെ ഞാൻ ഒരു 5-6 കൊല്ലം മുന്നേ വിളിച്ചിട്ട്, ഞാൻ ഒരു വർഷം മുന്നേ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ നീ അന്ന് വിളിച്ച ഉണ്ണിക്കണ്ണനല്ലേ പറഞ്ഞു. അതുപോലെ ബിബിൻ ചേട്ടൻ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ നീ ഇടയ്ക്ക് വിളിക്കാറുള്ള ഉണ്ണിക്കണ്ണനല്ല. അങ്ങനെ നിരവധി ആളുകൾ, വിനീതേട്ടനാണെങ്കിൽ എല്ലാവരും. വിനീതേട്ടനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്, ടിൻചേട്ടൻ വന്നിട്ടുണ്ട്,
ചേട്ടന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആഹാ, ഓക്കെ. അത് അങ്ങനെയാണ് എനിക്ക് ഹൃദയം പടത്തിൽ വേഷം തരുന്നത്. അതെ, അങ്ങനെ അവര് വീട്ടിൽ വന്നു. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോ ഞാന് ഒരിക്കൽ ആൽബത്ത് അഭിനയിക്കുമ്പോൾ കുറെ നടന്മാരിനെ കൊണ്ട് ചോദിച്ചു എനിക്കൊന്ന് കാണണം. അപ്പോൾ ഒരു നടൻ പറഞ്ഞു നമ്പർ തരാ പറഞ്ഞ്. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലമാണ്, ദീപാരാധന സമയത്ത് എന്തോ എനിക്ക് പുറത്ത് പോകേണ്ട വന്നു. അപ്പോൾ ആൾ നമ്പർ തരാ പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലത്താണ്. പിന്നെ വിളിച്ചപ്പോൾ പിന്നെ കിട്ടില്ല. പിന്നെ പാലക്കാട് ആന അലറൽ പറഞ്ഞ് ഷൂട്ടിങ്ങിന് വന്ന്. അങ്ങനെ അതിൻ്റെ മുന്നേ കുറേ ശ്രമിച്ചു. ഒരു പടത്തിന് വേണ്ടിയിട്ട് പാടാൻ വന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ അഭിനയിക്കുക പാടാൻ വന്ന് വേറൊരു പടത്തിന് ഇവരൊന്നും നമ്പർ തന്നൊന്നുമില്ല. നമ്മൾ പണിയെടുത്ത ദൈവം തരും പറഞ്ഞ പോലെ വിനീതേട്ടൻ കൊല്ലംകോട് പോയി കണ്ടു. പിന്നെ മനോഹരത്തിൽ വേഷം ചെയ്തു. കാരവാനിൽ പോയിട്ട് 3-4 വർഷത്തിന് ശേഷം ഉണ്ണിക്കണ്ണ പറഞ്ഞ് വിളിച്ച് ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ എന്നും ചേർത്ത് പിടിക്കും. ഇന്നാൾ കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണ നനച്ചുവണ്ടിയൊക്കെ കിട്ടി പറഞ്ഞ ഒരു വീഡിയോ ഒക്കെ എടുത്ത് കണ്ടിട്ടുണ്ടാവും. ഡയലോഗ് ഒന്നുകൂടെ പറയാൻ പറ്റുമോ? അത് എന്നും നമ്മൾ പറയുന്നതല്ലേ. ഇത് പറയാം. ഉസ്പേത്തനവർക്ക് ടൊമ്മണും കടുപ്പേത്തന്നെ കമ്മണ്ടിരുന്ന വാഴ്ക്ക് ചെമ്മന്ന് പോവുക കിരിയെടുത്ത് എവളവണയും കാണവർക്ക് ആണാന്ത കാണാൻ തളക്കിറക്ക കൂടാതെ നൻപാ നൻബീസ് ഈസിയായി ജയിക്കരുത് വെട്ടില്ല, ഇത് ജയിക്ക മുടിയത്തെ മുറിച്ചുകൊണ്ടത് വെട്ടി. വീഡിയോസിന്റെ എല്ലാം കൂടെ ആഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ 4ാം ക്ലാസ്സുകാരനെ ഓർക്കാന്ന്. ശരിക്കും ഉള്ളിത്തട്ടി പറയുന്നതാണോ? ഉള്ളി തട്ടിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയണേ. മക്കളെ, ചോർന്നൊലിക്കണ ഓലപ്പേരിൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയിരിക്കുമ്പോൾ ആളുകൾ പറയും അവനവിടെ മുരടിച്ച് വേര് മുളച്ചിരിക്കുകയാണെന്ന്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഉപ്പിലിട്ട മാങ്ങയായിരിക്കാം, മുളക് പൊടി ചാലിച്ചിരിക്കാം, താജ് ഹോട്ടലിൽ ഇരിക്കണം എന്ന് ആലോചിക്കണം. അതേപോലെ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന മാതിരി എന്തിനു വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട ശമ്പളം വാങ്ങുന്ന ആളല്ല ശമ്പളം കൊടുക്കുന്ന ആളാകണമെന്ന് പറഞ്ഞ പോലെ പണിയെടുക്കണം എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സത്യം പറയണമെങ്കിൽ ഞാൻ പറയട്ടെ, വീട്ടുകാരും എല്ലാവരും ഇപ്പോൾ ഞാൻ പോലും ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കരയാണ്, കണ്ണ് കലങ്ങിയിട്ടാണ് ഞാൻ പോണത്. എന്താ ഇങ്ങനെ ജീവിതം മാറി മറിഞ്ഞത്, എന്താ നടക്കണത്? എവിടെ പോയാലും ഷൂട്ടിങ്ങിന് പോയാലും ഡയറക്ടർ സാർമാരാണെങ്കിലും അവരുടെ അടുത്ത് മോണിറ്ററിൻ്റെ അടുത്ത് ഇരിക്കുക. നമ്മൾ എങ്ങനെ ഇരിക്കുകയല്ല, അവർ അത്രയും ഇടിച്ചിരിക്കാൻ പറയുക നമുക്കുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇന്നസെൻ്റ് പടമാണെങ്കിലും അൽത്താഫിൻ്റെ ആയിരുന്നാലും ഞാൻ ചെയ്ത വലിയൊരു പടമാണെങ്കിലും അവിടെയൊക്കെ പോകുമ്പോൾ എല്ലാവരും നമ്മളൊരു അനിയനെ പോലെ ചേർത്ത് പിടിച്ച്. ഇന്നസെൻ്റ് പടമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ, ജോമോൻ ചേട്ടൻ, പ്രൊഡ്യൂസർ, പിന്നെ അസീസക്ക, നോബി ചേട്ടൻ, ഇവരൊക്കെ ആയിട്ട് കുറേ നേരം ഇരുന്ന് കുറേ സംസാരിച്ച് ഒരു അനിയനെ പോലെ മാറ്റി നിർത്താതെ. അതേപോലെ ലുക്കൂക്കിൻ്റെ പടം ചെയ്താലും നമ്മുടെ ദൃശ്യ നീത്തിക്കുട്ടിയായാലും ലുക്കൂക്കിയായാലും അതിൻ്റെ ഡയറക്ടർ സീസ് സാറാണ് എല്ലാവരും. അതേപോലെ ഇന്നസെൻ്റ് പടത്തിൻ്റെ ഡയറക്ടർ സാറൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ഷൂട്ട് സമയത്ത് ഉണ്ണിക്കണ്ണ വിളിച്ച് എന്താ സാർ ഒന്നുമില്ല ഒച്ച കേൾക്കാനാണ്. എന്നിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണ ഇനി അടുത്ത ആൾ അഭിനയിക്കാൻ വരുന്നതാണ്, അതൊന്നും അവർക്ക് പറയേണ്ട കാര്യമില്ല. അതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അപ്പോഴും ഞാൻ ചോദിക്കണം ഞാൻ ആരേട്ടാ. അതുപോലെ സതീഷ് സാറാണെങ്കിലും ഇന്നസെൻ്റ് പടത്തിൻ്റെ ഡയറക്ടർ ഇടയ്ക്ക് വിളിക്കും. ഞാൻ എല്ലാവരും, പിന്നെ അതേപോലെ നമ്മുടെ മാനേജർ ഏട്ടൻ, വിശ്വേട്ടൻ, അങ്ങനെ നിരവധി ആളുകൾ എല്ലാവരും ഇപ്പോൾ വിളിക്കുമ്പോൾ നല്ല സപ്പോർട്ടാണ്. ഏത് പടമായിരിക്കും ഏട്ടൻ അവരുടെ അടുത്ത് ഇരിക്കുക, ഭക്ഷണം കഴിക്കുക, നമുക്ക് നല്ല നേരത്തെ റൂമൊക്കെ തരാറ്, നല്ല റൂം കാര്യങ്ങൾ. അതേപോലെ മൊത്തത്തിൽ എന്താ പറയുക ഞാൻ ആരേട്ട പിന്നെയും ചോദിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനിയും ഉണ്ണിക്കണ്ണൻ ചേട്ടന്റെ ഒരുപാട് സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ, നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റട്ടെ. സിനിമ 3 പടം വരുന്നത് 4ാമത്തെ തെക്കിനി. അതെ അതെ അതെ. അപ്പൊ ആശിച്ച പോലെ നല്ല 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 റോൾസ് ഒക്കെ കിട്ടട്ടെ. അപ്പൊ എന്തായാലും ചേട്ടാ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉണ്ണിക്കണ്ണൻ മങ്ങളുടെ ഉമ്മ എന്ത് പ്രശ്നം വന്ന് തളരാതെ കോൺഫിഡൻസ് ആയിരിക്കാം.